കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിനായി പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. നമ്മുടെ ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിനുമുള്ള പ്രത്യേകത എന്തെങ്കിലും ശ്രദ്ധേയമായ ഒരു കാര്യമെങ്കിലും പ്രത്യേകമായി എടുത്തു കാണിക്കാൻ അവിടെ ഉണ്ടാകുമെന്നതാണ്. ഇത് രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യവുമാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മാതൃകാപരമായ ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കുന്നതിനുള്ള മാതൃകാ പദ്ധതികൾ അത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ അതോടൊപ്പം പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമെല്ലാം ഇതിനായുള്ള പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കാനായി. അപ്പൊ മനസ്സിലാക്കുന്നത് 250-ലധികം ക്ലാസുകൾ അങ്ങനെ സംഘടിപ്പിച്ചു എന്നാണ്. ഇത് മാതൃകാപരമായ ഇടപെടലാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗം എത്തിച്ചേരാൻ കാസർഗോഡ് ജില്ലയെ പ്രാപ്തമാക്കും ഇത്തരം മുൻകൈകൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതൃകാപരമായ മറ്റൊരു ഇടപെടലാണ് എല്ലാവർക്കും ജലലഭ്യത ഉറപ്പുവരുത്താൻ ജല ബജറ്റ് തയ്യാറാക്കിയ ജില്ലാ പഞ്ചായത്തിന്റെ നടപടി. അതോടൊപ്പം വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കിയ പദ്ധതികൾ, വിവിധ പരിപാടികളാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു സർവകലാശാല. അതുമായി ചേർന്ന് വനിതകളുടെ ബിരുദ പഠനത്തിനായി ദർപ്പണം എന്ന പേരിൽ ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുക. ഇതിനു പുറമെ വനിതാ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയും സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദ ഇടങ്ങൾ ഒരുക്കുന്നതിനും ലൈബ്രറികൾ സജീവമാക്കുന്നതിനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും എല്ലാം വളരെ കാര്യക്ഷമമായി ഇടപെടാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ കൂടുതൽ മികവോടെ തുറന്നു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം. എല്ലാ പിന്തുണയും സർക്കാരിൽ നിന്നുണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.